ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇറച്ചിക്കറിയുടെ അതേ രുചിയിലുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പുള്ള സമയത്തും മീനോ ഇറച്ചിയോ ഒക്കെ കൂട്ടാൻ പറ്റാത്ത സമയത്ത് ഈ ഒരു കറി ഉണ്ടാക്കിയാൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് പറ്റും. അപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശ, ചപ്പാത്തി, പുട്ട്, അപ്പം എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഈ കറി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ചെടികളാണ്. അപ്പോൾ ഈ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോണത് വിഗിതയാണ്. അപ്പം 3 പിള്ളേരെയും വെച്ചിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്ത് കൊണ്ടുപോണത്. അപ്പോൾ ചെടികളൊക്കെ എല്ലാവർക്കും പൂക്കളൊക്കെ ഉണ്ടായി കാണുന്നത് ഒരുപാട് ഇഷ്ടമാണല്ലേ. അപ്പോൾ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ വിഗിത എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഞാൻ വല്ലാണ്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കൂർക്ക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കൂർക്കയാണ്. അപ്പോൾ അത് കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കൂർക്കയൊന്നും ആവശ്യമില്ല, കുറച്ച് തന്നെ ഒരു പിടി കൂർക്ക തന്നെ ഉണ്ടായാൽ മതി. അപ്പോൾ കൂർക്കയൊക്കെ നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ തേങ്ങയൊന്നും ആവശ്യമില്ല, 2 പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് തന്നെ വറവായിട്ട് വരും. പക്ഷേ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തീയിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, അതായത് ഫെനൽ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അധികം മസാല ഇതിലേക്ക് ആവശ്യമില്ല, വല്ലാണ്ട് കുത്തുണ്ടാവും. അപ്പോൾ കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോണ വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ചൂടാറി വരുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി വയ്ക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക, അതാണ് കൂടുതൽ നന്നായിട്ടുണ്ടാവുക. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്റ്റാർ അനിൻസ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 7 വെളുത്തുള്ളി നടുകീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാളയൊക്കെ ഒന്ന് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അതിന് ശേഷം
ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോട്ടെ, അതുവരേക്കും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അതുവരയ്ക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ച് വേവിക്കണം എന്നില്ല, അത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഈ തക്കാളി വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂർക്ക ഒരു 3-4 മിനിറ്റ് നമുക്കിതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ കൂർക്ക വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കൂർക്ക വെന്ത് വരണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി വെന്ത് കിട്ടാനുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ മിക്സിയുടെ ജാറ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചുടുവെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ കൂർക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്നും കൂടിയും ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിൻ്റെ തിക്നെസ് തീരുമാനിക്കാം. അപ്പോൾ വെള്ളം ഒന്നും കൂടി വറ്റുമ്പോൾ നമ്മുടെ ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും ഇതിൽ നിന്ന്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റി വരട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി വറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഇത് വറ്റിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ സ്റ്റേജിൽ തീ ഓഫ് ചെയ്യാണ്. മൺചട്ടി ആയതുകൊണ്ട് ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കോർക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉള്ളി മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിതൊന്നും ചെയ്യണില്ല. ഇതോടുകൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോർക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.